പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യ തലസ്ഥാനത്ത് നിർണായക കൂടിക്കാഴ്ചകൾ പ്രധാനമന്ത്രിയുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തുന്നു. ജമ്മു കശ്മീരിൽ ഇന്ന് 2 ഭീകരരുടെ വീടുകൾ കൂടി തകർത്തു. കുൽഗാമിലെ വീടുകളിൽ വ്യാപക പരിശോധനയും തുടരുകയാണ്. 4 ദിവസത്തിനിടെ 537 പാകിസ്ഥാനികൾ ഇന്ത്യ വിട്ടു എന്നാണ് റിപ്പോർട്ട്. കൂടുതൽ വിവരങ്ങളുമായി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, നിർണായക കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കുന്നത്. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ ചർച്ചയായത്? കടുത്ത മറുപടി നൽകാൻ തന്നെയാണല്ലോ ഇന്ത്യ ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. ഒപ്പം ഈ 4 ദിവസത്തിനിടെ പാകിസ്ഥാനികൾ ഇന്ത്യ വിട്ടുപോകുന്നുണ്ട്. 537 പേരാണ് ഇന്ത്യ വിട്ടതായി റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. പ്രശാന്ത്. അശ്വതി, ഏതായാലും രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ തന്നെയാണ് മുന്നോട്ട് പോയത്. പ്രത്യേകിച്ച് സംയുക്ത സേനാ മേധാവിയുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ച നടത്തി. അതിനുശേഷം പ്രധാനമന്ത്രിയുമായി രാജ്നാഥ് സിംഗും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരും കൂടിക്കാഴ്ച നടത്തുന്നു. ഇതേ സമയത്ത് തന്നെ BSFന്റെ IG ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. സ്വാഭാവികമായും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അല്ലെങ്കിൽ സൈനിക നീക്കങ്ങൾ നടക്കാൻ പോകുന്നു എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിന് വരുന്ന മണിക്കൂറുകളിലാണ് ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ്, സൈനിക നടപടിയാണ് ഇനി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത് നമുക്കറിയാൻ കഴിയുള്ളൂ. ഏതായാലും നയതന്ത്രപരമായ നടപടികൾ, ശക്തമായ നീക്കങ്ങളെല്ലാം തന്നെ രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ സൈനിക നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് ഏതായാലും തീരുമാനിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രതിരോധ മന്ത്രി നേരിട്ട് സംയുക്ത സേനാ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ആ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രി ധരിപ്പിക്കുകയും ചെയ്തത്. സ്വാഭാവികമായും ഇനി വരാൻ പോകുന്ന മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ ഏറ്റവും നിർണായക നീക്കങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന്, നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള അവസരമായി തന്നെ ഇത്തരം നീക്കങ്ങളെ നമ്മൾ കാണേണ്ടി വരും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടത്, ഇതിനു മുൻപേ തന്നെ നാവികസേനയുടെ വലിയ രീതിയിലുള്ള വിന്യാസം ഉണ്ടാകുന്നു, മറ്റ് അഭ്യാസ പ്രകടനങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ സേനയെ അതിർത്തി മേഖലയിലേക്ക് വിന്യസിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ മറ്റ് പല മേഖലകൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് അനന്തനാഗ്, കുൽഗാം അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് ശക്തമായ നിരീക്ഷണവും ഒപ്പം തന്നെ പരിശോധനയും ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ ഈ ആക്രമണം നടത്തിയ ഭീകരരെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായും ഒപ്പം തന്നെ ഇവർക്ക് സഹായം നൽകിയത് ആരാണെന്ന് കണ്ടെത്തുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഒരു തരത്തിലും വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ജീവൻ നഷ്ടമായവർക്ക് നീതി ലഭിക്കുന്നതിന് ഏതറ്റം വരെയും രാജ്യം പോകുമെന്നുള്ളതാണ് പ്രധാനമന്ത്രി അവരുടെ ഉറ്റവർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതിന്റെ കൂടി ഭാഗമായാണ് ഇത്തരമൊരു നീക്കം നടക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് NIA അന്വേഷണം ഏറ്റെടുക്കുകയും അതിന്റെ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തത്. അന്വേഷണം ഇന്ന് ഔദ്യോഗികമായാണ് NIA ഏറ്റെടുത്തത് എങ്കിൽ പോലും സംഭവം നടന്നതിന് അന്ന് തന്നെ NIA സംഘം എത്തുകയും ഒപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസിനും ഒപ്പം തന്നെ സേനയ്ക്കും ഒപ്പം തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നാണ് സാധാരണ വിസയിൽ, അതായത് മെഡിക്കൽ വിസ ഒഴികെയുള്ള വിസയിൽ താൽക്കാലികമായി രാജ്യത്തുള്ള പാകിസ്ഥാൻ പൗരന്മാർക്ക് അവരുടെ രാജ്യത്തിലേക്ക് മടങ്ങാനുള്ള അവസാന ദിവസമായി അനുവദിച്ചിരുന്നു. അതുപ്രകാരം 537 പാകിസ്ഥാൻ പൗരന്മാർ അട്ടാരി അതിർത്തി വഴി ഇപ്പോൾ രാജ്യം വിട്ടു എന്ന് തന്നെയാണ് നിലവിൽ സ്ഥിരീകരിക്കുന്ന വിവരമുള്ളത്. അതോടൊപ്പം തന്നെ 850 ഇന്ത്യക്കാർ നമ്മുടെ ആളുകൾ ഇപ്പോൾ തിരികെ ഇന്ത്യയിലേക്ക് എത്തി എന്ന വിവരം കൂടി വ്യക്തമാക്കുന്നുണ്ട്. അതിൽ തന്നെ 14 നയതന്ത്ര ഉദ്യോഗസ്ഥരുണ്ട്. ഈ 537 പേരും സമാനമായ രീതിയിൽ തന്നെ വിവിധ വിഭാഗങ്ങളിലുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥർ, പാകിസ്ഥാന്റെ ഉദ്യോഗസ്ഥർ മടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് കൃത്യമായ ഏതെങ്കിലും തരത്തിൽ നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ ആ നടപടികൾക്ക് മുന്നോടിയായി തന്നെ ഇത്തരമൊരു നീക്കം നടക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2 ദിവസമായി ഈ അതിർത്തി മേഖലകളിലുള്ള ബങ്കറുകൾ കൃത്യമായി വൃത്തിയാക്കുകയും അവിടെ താമസിക്കാൻ, അതായത് പ്രാദേശികമായി അവിടെ ഉള്ള ആളുകൾക്ക് അവിടേക്ക് മാറി സുരക്ഷിതമായി നിൽക്കാനുള്ള സംവിധാനവും സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അതായത് മറ്റൊരു വളരെ കൃത്യമായ ഒരു മുന്നൊരുക്കം ഇതിന് തിരിച്ചടി നൽകാൻ രാജ്യം തയ്യാറെടുക്കുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അശ്വതി.